നമസ്കാരം സുഹൃത്തുക്കളെ, സുഖമല്ല എല്ലാവർക്കും. ഞാൻ നമ്മളെ എലനോസ് പാട്ടയുടെ ഒരു റീല് കണ്ട്. അപ്പോൾ അതിന് റിപ്ലൈ തരാൻ വേണ്ടി വന്ന കേട്ടോ. അവരെന്തോ ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ പറഞ്ഞല്ലോ എന്താ പറയുക, ആളുകളങ്ങനെ പലതും പറയും, അതുകൊണ്ട് നിങ്ങൾ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ടെന്ന്. നീ കള്ള് കുടിച്ചെങ്ങാണ്ട് എന്നെ പിടിച്ചല്ലോ, നീ ഫൈൻ കെട്ടിയല്ലോ, പിറ്റേ എന്താ നീ ന്യായീകരണം കൊണ്ട് എന്തിനാ വന്നത്? നിനക്ക് ആളുകൾ അങ്ങനെ പലതും പറയും, നീ മൈൻഡ് ചെയ്യുന്നില്ല. നിനക്ക് സാധാരണ ഒരു നോർമൽ ഡേ പോയിരുന്നോ? എന്തേ നീ വന്നെങ്ങാണ്ട് അത് കുറച്ച് ബിയറായിരുന്നു, കുറച്ചൊരു തുള്ളി ബിയർ അവിടെ നിന്ന് കുടിച്ചപ്പോൾ തുള്ളി ചുറ്റിൻ്റെ വായിൽ വീണ എന്താ നീ പറഞ്ഞു വന്നത്? ആ 2 മണി സമയത്ത് ഓളെ കാണാൻ ആളുകൾ വരും, അതുകൊണ്ട് നിർത്താതെ പോയതാ വണ്ടിയിൽ. ന്യായീകരിച്ച് മെഴുകി വന്നായിരുന്നല്ലോ. അതുകൊണ്ട് ആൾക്കാരെ പേടിക്കാതെ പോയിക്കോ. നീ പറഞ്ഞു കൊടുക്കാനല്ലേ, നിനക്ക് പറഞ്ഞു കൊടുക്കാനുള്ള യോഗ്യതയുള്ളൂ. നീ ആൾക്കാരെ പേടിച്ചിങ്ങാണ്ട് വീഡിയോ ചെയ്ത ആളാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പിന്നെ പേപ്പട്ടികൾ കുരക്കുമെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ ലാംഗ്വേജിനെ ഉദ്ദേശീകരിച്ച് പറഞ്ഞത്. ഒരു കാലത്ത് നീ തെറി പറഞ്ഞങ്ങാണ്ട് നിൻ്റെ തെറി കമൻറ്റ് മാത്രം എടുത്ത് റിയാക്ട് ചെയ്തെങ്ങാണ്ട് ഇരുന്ന ആളാണ്. തിരിച്ച് തെറി പറഞ്ഞങ്ങാണ്ട് നീയും നിൻ്റെ വീട്ടുകാരും. നീ പറകോട്ട് നിൻ്റെ വീഡിയോ പോയിട്ട്, അതും ആ പ്രായത്തിൽ, അത് നിൻ്റെ കുഞ്ഞിപ്രായത്തിൽ. നിനക്ക് യാതൊരു അർഹതയില്ല കേട്ടോ ഇവരെ കുറിച്ച് കൊണ്ടൊന്നും പറയാൻ കേട്ടോ. അവർ ആ ഡ്രസ്സ് ഇടുന്നത് മോശമാണെന്ന രീതിക്ക് ലാംഗ്വേജ് മാറി പറഞ്ഞാലും അവരതാ പറയണത്. നീ വളരെ മാന്യമായിട്ട് നീ ഇട്ടോ നല്ല ഡ്രസ്സാണ് ഇട്ടോ, നീ ആ ഡ്രസ്സ് പ്രോത്സാഹിപ്പിക്കുകയാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, ഗുണത്തിൽ വ്യത്യാസമുണ്ട്. ലാംഗ്വേജിൽ വ്യത്യാസമുണ്ടെങ്കിലും ഗുണത്തിൽ. ഒരു വിഷം എടുത്തിട്ട് നീ കുടിച്ചു എന്ന് പറയുന്നതും വിഷം എടുത്തുകൊണ്ട് അതെങ്ങനെയാ വേറെ ഇതിൽ പറയുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. എനിക്ക് അതിൻ്റെ ഇതിന് പോയിട്ടോ, അതുകൊണ്ടാട്ടോ. അത് എങ്ങനെയാണെന്ന് ഞാൻ ആലോചിച്ചിട്ട് പിന്നെ പറഞ്ഞുതരാം. മനസ്സിലായില്ലേ? അതാണ് നീ പറയുന്നത്. നീ കുറച്ച് ഒരു വിഷം എടുത്തിട്ട് വളരെ ഇതിൽ സോഫ്റ്റായിട്ട് നീ കുടിച്ചു കേട്ടോ. നീ വലിയ ഇതൊന്നും ആകാൻ നിൽക്കണ്ട കേട്ടോ. നീ ആ കള്ളുകൂടി ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ കള്ള് കുടിച്ച് ഓവുചാല് കിടക്കുന്നത് ഒരു പെണ്ണായാലും ആണായാലും കള്ള് കുടിയൻ എന്നാ പറയാം. അത് പൈസക്കാരനായാലും അവർക്കതാണ് പേര്, നിനക്കും അതാണ് പേര്, കുടിയെത്തി. നീ അതാണ് കേട്ടോ. അത് എക്സ്പോസായി കഴിഞ്ഞു. അല്ലാതെ പൈസക്കാരനായ കള്ള് കുടിയെത്തി, പൈസ ഇല്ലാത്ത കള്ള് കുടിയെത്തി അങ്ങനെയൊന്നുമില്ല. അപ്പം നിനക്കും ഒരു യോഗ്യതയില്ല. നീ വേണമെങ്കിൽ ആ കൂട്ടത്ത് കൂടിക്കോ, എന്നിട്ട് അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിടന്നോ കുടിച്ചിടന്നോ ഒക്കെ, അതൊക്കെ എൻ്റെ ഇഷ്ടം, ആരൊന്നും പറയൂല. പക്ഷെ നീ ഇവർ വന്ന് വിമർശിക്കരുത്. നിനക്ക് അതിന് യോഗ്യതയില്ല. നിനക്ക് യോഗ്യത ഉണ്ടായിരുന്നു അതുവരെ. അതുവരെ ഇപ്പം യോഗ്യതയല്ല, അത് കഴിഞ്ഞു കേട്ടോ. ഇനി നിനക്ക് സപ്പോർട്ട് നിങ്ങൾ നിൽക്കുക, ഞങ്ങളിടും എന്നും പറഞ്ഞു നടക്കുക. പക്ഷെ അവർ വിമർശിക്കാനുള്ള യോഗ്യതയല്ല. വിമർശിച്ചോ ഇല്ലാതല്ല, പക്ഷെ യോഗ്യതയല്ല കേട്ടോ. അവരെക്കുറിച്ച് അങ്ങനെ തെറ്റ് കണ്ടുപിടിച്ചിട്ട് നീ ചെയ്തു കേട്ടോ. പറഞ്ഞുതരാം. പിന്നെ എന്തോ ഒന്ന് പറഞ്ഞായിരുന്നല്ലോ. മഞ്ജു പിള്ള പ്രതികരിച്ചു. അതാ രസം. മൻ കി ബാത്ത് നടത്തി, കമൻറ്റ് ബോക്സ് ഓഫാക്കിയിട്ടിട്ട്. എന്തേ കമൻറ്റ് ബോക്സ് ഓഫാക്കിയിട്ടില്ലെങ്കിൽ അവർക്കറിയാം അതിലേക്ക് വരുന്ന കമൻറ്റുകൾ തൻ്റെ മകളുടെ ഈ പ്രവൃത്തിയെക്കുറിച്ച് എനിക്ക് ഉപദേശമായിട്ടും ചീത്തയായിട്ടും അല്ലെങ്കിൽ ഹോർഡായിട്ടും അതിനേക്കാൾ മോശം അങ്ങനെ ആയിരിക്കും മഞ്ജു പിള്ളക്ക് അറിയാം. എന്തുകൊണ്ടറിയാം? എൻ്റെ മോള് ചെയ്ത് ശരിയല്ല. പക്ഷെ അവർക്ക് അങ്ങനെ നിൽക്കാൻ വയ്ക്കുള്ളൂ. അതൊരു അമ്മയാണ്, അത് സ്വന്തം മകളെ സമൂഹത്തിൻ്റെ മുന്നിൽ ഒറ്റപ്പെടുത്താൻ ആ അമ്മക്ക് പറ്റൂല. അത് നമുക്ക് അറിയാം, അത് നമുക്ക് മനസ്സിലാകും. അവർക്ക് ഇനിയിപ്പോൾ എന്തൊക്കെതായാലും അവരെ ഇതാക്കാനായിട്ടുള്ളൂ. പക്ഷെ അവരും പ്രതികരിച്ചത് എന്തായിപ്പോയി? ഒടിക്കും തല്ലും എന്നൊക്കെ പറഞ്ഞതും ഭയങ്കര ഇതായിപ്പോയി. അവർക്കും ഒരു സോഫ്റ്റായിട്ട് ഇത് ചെയ്താൽ മതിയായിരുന്നു. അവരിട്ടോട്ടെ, ഇടതിരക്ക് ചെയ്തോട്ടെ. എന്താപ്പാ ഡ്രസ്സ്? അത് കാണുന്നവർ ഒന്ന് ആലോചിക്കുക, എന്താപ്പാ ഡ്രസ്സ്? കുറച്ച് കൂട്ടിൽ വന്ന് ഇട്ടോ. ഏത് ഡ്രസ്സ്?
ഇട്ടോ ഇട്ടോ ഏത് ഡ്രസ്സാണ് ഇട്ടോ ഇട്ടോ നീ സ്കേർട്ടോ അല്ലെങ്കിൽ പാൻറ്റും ജീൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുമല്ല. ആ ഡ്രസ്സൊന്ന് ആലോചിച്ച് നോക്കി. അത് വന്ന് ഇട്ടോ 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 എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ. ആ ഡ്രസ്സിൽ നീ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടോ, പക്ഷെ കുറച്ച് മാന്യത കാണിക്കട്ടോ, നല്ല ഇട്ടോ, നന്നല്ല പറയണത്. ഉളുപ്പുണ്ടോ കുറച്ച് ഉളുപ്പുണ്ടോ? നിങ്ങളൊക്കെ ഇതിടോ, നീ ഇടോ, നീ ഇട്ടിട്ട് കാണിച്ചേ, എന്നാ സമ്മതിക്കാം. നീ ഇട്ടുന്ന വന്നേ. വലിയ വർത്താനം പറയാൻ വന്നേക്കണം.